അപ്പൊ അബ്രഹാമിന് പുറകിലോട്ട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് സമ്പത്തിന്റെ സോഴ്സുകളെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് അബ്രഹാമിന് വിശ്വാസികളെ പിതാവായിരിക്കണമെന്ന് അതിന്റെ ആവശ്യമില്ലായിരുന്നു. വാഗ്ദത്തത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാനും ആവശ്യമില്ലായിരുന്നു. ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി തീരുവാൻ അങ്ങനെ ഒരു ആവശ്യവും അബ്രഹാമിനില്ലായിരുന്നു. കാരണം പുറകിൽ ജീവിക്കുവാൻ ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷേ ഇത് നമുക്കാണ് അങ്ങനെ ഒരു സമ്പത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആരാധനയ്ക്ക് വേണ്ട, അതൊന്നും ആവശ്യമില്ല. ജീവിക്കാൻ ആവശ്യത്തിൽ ഇത് തന്നതാരെന്ന് ഓർക്കുന്നില്ല. ഈ സമ്പത്തുകൾ, നന്മകൾ തന്നതാരെന്ന് നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ അതിനെ ഓർക്കാതെ നമ്മുടെ സമ്പത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങ് പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. പക്ഷെ അബ്രഹാം തന്റെ സമ്പത്തിനല്ല, ബഹുസമ്പന്നനായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ കൊടുത്തേ? ദൈവത്തിന്. സമ്പത്ത് പുറകിലും ദൈവം മുൻപിലുമാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നെങ്ങനെയാണ്? സമ്പത്ത് മുൻപിൽ, ദൈവം പുറകിൽ. ഇങ്ങനെ ഒരു നിജസ്ഥിതിയിലാണ് ഇന്ന് ദൈവജനം ആരാധിക്കുന്നത്. ഇതല്ല ആരാധന. കാലഘട്ടങ്ങൾ എത്ര വളർന്നാലും, കാലഘട്ടങ്ങൾ എത്ര ഉന്നതമായാലും, കാലഘട്ടങ്ങൾക്ക് മാറ്റം വന്നാലും, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചാലും, ഓരോ നാളുകൾക്കനുസരിച്ച് കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരുന്നാലും, മാറ്റങ്ങൾ സംഭവിച്ചാലും, മനുഷ്യൻ മാറിയാലും, മനുഷ്യൻ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീതി തുടിച്ചാലും, പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ പറയുന്ന വാഗ്ദത്തത്തിനോ, വിശ്വാസത്തിനോ, പ്രാർത്ഥനകൾക്കോ, ഉപവാസത്തിനോ, കൽപ്പനകൾക്കോ അല്ലെങ്കിൽ മറ്റ് യാതൊരു കാര്യത്തിനും മാറ്റമില്ല. ഇന്നും ഈ വേദപുസ്തകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വാസം, പ്രാർത്ഥന, നീ ആരാധിക്കുക, നീ മടങ്ങുക, നിന്റെ ഹൃദയത്തെ ഏൽക്കുക, ഇത് തന്നെയാണ്. സത്യസന്ധമായി ഈ കൽപ്പനകൾ, ഈ ചട്ടങ്ങൾ എല്ലാം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ 2026 വർഷത്തിൽ ബൈബിളിൽ മാറ്റമുണ്ടോ? ബൈബിൾ എന്തെങ്കിലും എന്തെങ്കിലും കൽപ്പനകൾക്ക് വ്യത്യാസമുണ്ടോ? ലോകം മാറും, കാലഘട്ടങ്ങൾ മാറും, ശാസ്ത്ര സാങ്കേതിക മാറും, എന്തെങ്കിലും മാറ്റമുണ്ടോ? വേദം സംബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അന്നും ഇന്നും സംസാരിക്കപ്പെടുന്നത് ഈ തിരുവചനം തന്നെയാണ്. പാലിക്കുന്നവൻ ജീവിതത്തിൽ രക്ഷപ്പെടും. അപ്പോൾ അന്ന് പറഞ്ഞ അബ്രഹാമിനെ ഇന്നും ഈ 2026 വർഷത്തിൽ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ദൈവീക അംശങ്ങൾ, ദൈവീക മൂല്യങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ട്. നാം ചൂണ്ടിക്കാണിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ട്. അത് പൗലോസ് ആയിക്കോട്ടെ, മോശെ ആയിക്കോട്ടെ, യാക്കോബ് ആയിക്കോട്ടെ, യോശുവ ആയിക്കോട്ടെ, ഇന്ന് വേദപുസ്തകത്തിൽ സംസാരിക്കുന്ന പുരുഷ കഥാപാത്രങ്ങൾക്കും സ്ത്രീ കഥാപാത്രങ്ങൾക്കും, പ്രിയമുള്ളവരെ, ഇന്നും ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെയും അതിനകത്ത് നമുക്കും ഒരു കടമയുണ്ട്, മൂല്യമുണ്ട്. അവർക്കുണ്ടായിരുന്ന വില നമുക്കും ഇന്നുണ്ട്. പക്ഷേ നമ്മുടെ വില ഇന്ന് ഇടിഞ്ഞു താഴുകയാണ്. ആ മൂല്യങ്ങളൊക്കെ വിട്ട് ഇടിഞ്ഞു താഴുകയാണ്. അപ്പൊ എന്താണ് ആരാധന എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് പറയും? എന്താണ് ആരാധന? എന്താ നിങ്ങൾ മറുപടി ഉണ്ടോ? എന്താണ് ആരാധന? പറയുന്നു. എന്താണ് ആരാധന? സൃഷ്ടാവിനോടുള്ള ബഹുമാനമാണ് ആരാധന. 2, എന്തിനാണ് ആരാധന? എന്തിനാണ് ആരാധന? ആരാധിച്ച് നശിച്ചു പോകാനാണ്? നിത്യജീവൻ അവകാശമാക്കാതെ പോകാനാണോ ആരാധിക്കുന്നത്? നമ്മൾ നശിക്കാനാണോ ആരാധിക്കുന്നത്? എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്? ആരാധിച്ച് ഈ ഭൂതലത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് അക്കരെ നാട്ടിൽ വീണ്ടും കർത്താവിനോട് കൂടെ ആരാധിക്കുകയാണ്. ഇവിടെ ആരാധന കൃത്യമാക്കുന്നവർക്ക് അവിടെ ഈ സ്ഥലമുള്ളൂ. അവിടെ ഈ എഞ്ചിനീയറോ IAS ഒന്നുമില്ല കേട്ടോ. അവിടെ തുടർപ്പുമില്ല, വേറെ ഒരു ജോലി അവിടെ ഇല്ല. ഇവിടെ യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരു പൈതൽ അവിടെയും ആരാധിക്കും. ഇവിടെ ആരാധനയ്ക്ക് പിശുക്ക് കാണിക്കുന്നവന് ആരാധിക്കാനൊന്നും അവസരം അവിടെ കിട്ടത്തില്ല. അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. ആരാധന ഗണത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കമാണ് ഈ ഭൂതലത്തിലെ ജീവിതം. അത് പ്രാർത്ഥനയോടെ പ്രയോജനപ്പെടുത്തുമെന്നവൻ ജീവിതത്തിൽ രക്ഷപ്പെടും. പക്ഷെ എല്ലാം വേണം. ഞാൻ പറഞ്ഞത് മറ്റൊന്നും മാറ്റിവെക്കണമെന്നില്ല. കുടുംബം വേണം, ഭാര്യ, ഭർത്താവ്, മക്കൾക്ക് വിദ്യാഭ്യാസം, സമ്പത്ത് എല്ലാം വേണം. പക്ഷേ നമ്മൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പ്രധാനം, അല്ലെ? ചില അതൊറ്റ പ്രാധാന്യം അധ്വാനിക്കുന്ന എല്ലാം ചെയ്യണം. പക്ഷേ എല്ലാം അതിനായി അങ്ങ് പോവുകയാണ്. ദൈവത്തിന് പ്രാധാന്യമില്ല. പക്ഷേ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. അതാണ് എന്തിനാണ് ആരാധന. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? എങ്ങനെ ആരാധിക്കണം? വേദപുസ്തക സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഭക്തിയോടും വിറയലോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. വിറയലോട് ആരെയാണ് ആരാധിക്കുന്നത്? സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഭയഭക്തിയോടും വിറയലോടും കൂടെ ആരാധിക്കണം. റോമർ 12
ഒന്നിൽ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സുമുറുക്കി രൂപാന്തരപ്പെടുകയും. മൂന്നാമത് ആരാധന. എന്തിനാണ് ആരാധന എന്ന് കേട്ടാൽ, അനുഗ്രഹം പ്രാപിക്കാനാണ് ആരാധന, പുതുക്കം പ്രാപിക്കാനാണ് ആരാധന, രൂപാന്തരം പ്രാപിക്കാനാണ് ആരാധന.